ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ചില ലക്ഷ്യങ്ങളൊക്കെ നേടണം. സ്വപ്നങ്ങളൊക്കെ ഒന്ന് സാക്ഷാത്കരിക്കണം. ആഗ്രഹിച്ച പോലെ ജീവിക്കണം. സമ്പത്ത് നേടണം. ആരോഗ്യം നേടണം. നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണം. ഒരുപാട് യാത്രകൾ നടത്തണം. ഇങ്ങനെ വലിയ ലക്ഷ്യങ്ങളും ഗോളുകളുമൊക്കെ മനസ്സിൽ വെച്ച് പല കാര്യങ്ങളും ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള ഭാവി മുൻകൂട്ടി കണ്ട് വിജയിക്കുന്നതിന് വേണ്ടി കരിയറിലും ബിസിനസ്സിലുമൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെതിരായി നിങ്ങളെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ രൂപത്തിൽ നിങ്ങൾക്ക് തന്നെ തടസ്സമാകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ഒരല്പം വിശദമായി വളരെ ഡീപ്പായിട്ട് തന്നെ മനസ്സിലാക്കുക അല്ലെങ്കിൽ പഠിക്കുക. അതിനുവേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നല്ല ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റ്? ജീവിതത്തിൽ വിജയിക്കണം, പുരോഗമിക്കണം, മാറ്റങ്ങൾ വരുത്തണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ എന്താണ് തെറ്റ്? അപ്പോൾ ഇങ്ങനെ ആഗ്രഹങ്ങൾ വെച്ച്, ലക്ഷ്യങ്ങൾ വെച്ച് നിങ്ങൾ മുന്നേറാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെക്കാൾ വളരെ ശക്തമായിട്ടുള്ളൊരു എനർജി, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എനർജി വന്ന് നിങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന്, ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി ആ ശക്തി പരമാവധി ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത് ഇതൊരു കോമ്പിനേഷനാണ്. ഒരു യോജിച്ച് മിക്സ് ആയിട്ടുള്ള ഒരു എനർജി. ആ എനർജി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ രൂപത്തിൽ വരാം, നിങ്ങളുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ വരാം, നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടെ രൂപത്തിൽ, സമൂഹത്തിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന ആളുകളുടെ രൂപത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആളുകളുടെ രൂപത്തിൽ, സാഹചര്യങ്ങളുടെ രൂപത്തിൽ, നിങ്ങളുടെ തന്നെ മനസ്സിൽ നിന്നുള്ള ചില ചിന്തകളുടെ രൂപത്തിലൊക്കെ ഈ എനർജി വളരെ ശക്തിയോടുകൂടെ അതിൻ്റെ എല്ലാ എനർജിയും ഉപയോഗിച്ച് നിങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നിൽക്കുമ്പോൾ ഒരു പക്ഷേ സുഹൃത്തുക്കളുടെ രൂപത്തിൽ അവർ വന്ന് പറഞ്ഞേക്കാം, ഇപ്പോൾ വേണ്ട, പിന്നീട് നോക്കാം, ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല. മറ്റുള്ള ആളുകളെ ശ്രദ്ധിച്ചു നോക്കൂ, എത്ര ആളുകൾ പരാജയപ്പെട്ടിരിക്കുന്നു, എന്തിനു വീണ്ടും ശ്രമിക്കണം, നമുക്ക് നാളേക്ക് മാറ്റിവെക്കാം, നാളേക്ക് മാറ്റിവെക്കാം. ഇങ്ങനെയുള്ള ചില ഉപദേശങ്ങളുടെ രൂപത്തിൽ അവരുടെ നാവിലൂടെ നിങ്ങളിലേക്ക് വരുന്നു. അത് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു. നിങ്ങളുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത്, ആളുകളൊന്നും ഇങ്ങനെ അല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ശ്രമിക്കുന്നത്, നീ എന്തിനാ ആ വഴിക്ക് പോകുന്നത് എന്ന ചില ശാസനയുടെ രൂപത്തിൽ വന്നേക്കാം. നിങ്ങളുടെ തന്നെ സഹോദരങ്ങൾ നിങ്ങളെ പറ്റി വളരെയധികം കുറ്റപ്പെടുത്തി സംസാരിക്കുകയും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തെറ്റാണെന്ന് അവർ സ്ഥാപിക്കുവാൻ വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ശരിയാവില്ല, നടക്കില്ല, ലോകത്തിൽ പല ആളുകളും ഇങ്ങനെ പരാജയപ്പെട്ട് ജീവിതം നശിച്ചു പോയിരിക്കുന്നു, അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയുള്ള സംശയങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരുപാട് സംശയങ്ങൾ. ഇത് സാധിക്കില്ല, എന്തിനു വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നു, ജീവിതം നശിച്ചു പോയി. പിന്നെ നിങ്ങളുടെ ഭാര്യ, കുട്ടികൾ, അവരുടെ രൂപത്തിൽ. അപ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത്തരം ആളുകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള തടസ്സമായിട്ട് അങ്ങനെ ഈ എനർജി എല്ലാം കൂടെ യോജിച്ച് നിങ്ങളെ ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ അനുവദിക്കാത്ത രീതിയിൽ ബ്ലോക്കുകൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ
പിന്നെ ആ വലിയ ശക്തിയേക്കാൾ കുറഞ്ഞ ശക്തിയുള്ള നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ സാധിക്കും? എങ്ങനെ വിജയിക്കുവാൻ സാധിക്കും? എങ്ങനെ സമ്പന്നനാകുവാൻ സാധിക്കും? എങ്ങനെ വ്യത്യസ്തനാകുവാൻ സാധിക്കും? ഇനി അഥവാ ഒരല്പം നിങ്ങൾ ജീവിതത്തിൽ പ്രോഗ്രസ് സൃഷ്ടിച്ചുവെങ്കിൽ ഈ ശക്തികൾ പരമാവധി യോജിച്ച് അത് അസൂയയുടെ രൂപത്തിൽ, ദേഷ്യത്തിൻ്റെ രൂപത്തിൽ, വെറുപ്പിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്ന ചിന്തകളായി, വാക്കുകളൊക്കെ ആയി വീണ്ടും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നും, നിങ്ങൾ അറിയാത്ത ആളുകളിൽ നിന്നും ഒക്കെ തടസ്സങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ പിന്നെ ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കും? വല്ലാത്ത ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഈ ആളുകളോടും സാഹചര്യങ്ങളോടുള്ള വെറുപ്പും ദേഷ്യവും ഒക്കെ മനസ്സിലും ശരീരത്തിലുമൊക്കെ നിറഞ്ഞു നിന്ന് ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന രീതിയിൽ നിങ്ങൾ ഉപേക്ഷിക്കുകയും ആ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കൂടുതൽ വെറുപ്പും ദേഷ്യവും അതിന് കാരണക്കാരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന സാഹചര്യങ്ങളോടും വ്യക്തികളോടുമൊക്കെ വല്ലാത്ത പകയും ദേഷ്യവും ഒന്നും സാധ്യമല്ല എന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മുടെ മനസ്സിലേക്ക് ഈ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള ചിന്തകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് വന്നത്? എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലുള്ള അതുപോലത്തെ ഗോളുകളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഇല്ല എന്ന് മാത്രമല്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിന് അല്പം പോലും അവർ ശ്രമിച്ചിട്ടുമില്ല. എന്നാൽ നിങ്ങൾ ഈ സ്വപ്നങ്ങളൊക്കെ പലപ്പോഴായി മനസ്സിൽ താലോലിക്കുന്നു, അതിനുവേണ്ടി അല്പാൽപ്പം ശ്രമിക്കുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ഈ പറഞ്ഞ തടസ്സങ്ങളൊക്കെ വന്ന് നിങ്ങളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ സ്വപ്നങ്ങൾ, ഈ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മറികടക്കാം? സാധാരണഗതിയിൽ 99% 99% ആളുകളും ചെയ്യാറുള്ളത് ഈ പറയുന്ന തടസ്സങ്ങളെ വ്യക്തികളായിട്ട് കണ്ട് അവരോട് ദേഷ്യവും അസ്വസ്ഥതയും വെറുപ്പുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി, ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെൻ്റൽ എനർജി മുഴുവൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളോട് മല്ലടിക്കുന്നതിനും അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പും ദേഷ്യവും മനസ്സിൽ ആളി ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയും ടോക്കെയാണ് ഉപയോഗിക്കാറ്. ഈ മെൻ്റൽ എനർജി നമ്മുടെ പുരോഗതിക്ക്, ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് ദൂരം പോകുവാൻ സാധിക്കുമായിരുന്നു, ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ഉപയോഗിച്ചത് ഈ സാഹചര്യങ്ങളോട്, വ്യക്തികളോട് പൊരുതുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സ്ട്രാറ്റജി, അതായത് ഈ വ്യക്തികളോടും ഈ ആളുകളോടും പ്രതികരിക്കുക, ദേഷ്യത്തോടെ പ്രതികരിക്കുക, വെറുപ്പ് സൂക്ഷിക്കുക, അവരോട് പറയുക നിങ്ങൾ കാരണമാണ് എനിക്ക് ജീവിതത്തിൽ പുരോഗതി ഇല്ലാത്തത്, എൻ്റെ ലക്ഷ്യം എനിക്ക് നേടാൻ സാധിക്കാത്തത്. ഇങ്ങനെയുള്ള വാക്കുകളും പരുഷമായിട്ടുള്ള വാക്കുകളും സംസാരവും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആ എനർജി വേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്താൻ പോകുന്നില്ല. കാരണം ആ ലക്ഷ്യത്തിലേക്ക് ഉപയോഗിക്കേണ്ട നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഊർജ്ജം ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ആളുകളോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഈ മെൻ്റൽ എനർജി ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിസന്ധികളെയൊക്കെ ശ്രദ്ധിക്കാതെ അവഗണിച്ച് ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ എങ്കിലും ഒരല്പ ദിവസങ്ങൾ, ആഴ്ചകളൊക്കെ കഴിയുമ്പോൾ വീണ്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ പ്രതികരിച്ചു പോവില്ലേ? എത്ര കാലം ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് അവഗണിച്ച് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകും? നമ്മുടെ വിൽ പവറൊക്കെ ഉപയോഗിച്ച് അല്പകാലം അങ്ങനെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ എത്ര കാലം? പിന്നീട് എന്താണ് വഴി? എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് കരകയറാം? മറ്റൊരു കാര്യം,
അത്തരം അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുക. അത്തരം എൻവിയോൺമെൻറ്റിൽ നിന്ന് മാറി നിൽക്കുക. അത്തരം ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമം നടത്തുക. നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ബന്ധങ്ങളുമായി, സാഹചര്യങ്ങളുമായി ഒക്കെ കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒഴിവാക്കാൻ പറ്റാത്ത വിധം നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തി എന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ ജോലിയോട്, നിങ്ങളുടെ സാഹചര്യങ്ങളോട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അവയെ അറുത്തു മുറിച്ച് എല്ലാം മാറ്റി മറ്റൊരു സാഹചര്യത്തിൽ നമ്മളെ പറിച്ചു നട്ട് അവിടെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ മനസ്സിൽ ഈ പറഞ്ഞ ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കും. കുടുംബത്തെ ഉപേക്ഷിച്ചു, ജോലി സ്ഥലത്തെ നല്ല ബന്ധങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ വീണ്ടും നമ്മളെ പിടികൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില ആളുകളൊക്കെ ഉണ്ട് ഇത്തരം ബന്ധങ്ങളൊക്കെ മുറിച്ചു മാറ്റി അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ച് വിജയിച്ച് പിന്നീട് തിരിച്ചു വന്ന് ബന്ധങ്ങളൊക്കെ പുനഃസൃഷ്ടിച്ച ആളുകളുമുണ്ട്. എന്നാൽ ഇതിനേക്കാളും മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? നമ്മുടെ മെൻ്റൽ എനർജിയെ വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ, നമ്മുടെ ബന്ധങ്ങളെയും സാഹചര്യങ്ങളെയും അറുത്തു മുറിച്ച് മാറ്റാത്ത രീതിയിൽ നമ്മുടെ മെൻ്റൽ എനർജി ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായിട്ടും അതിന് വഴിയുണ്ട്. ഒരുപാട് ആളുകൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ വഴിക്ക് നമ്മൾ അതിൻ്റേതായിട്ടുള്ള ശ്രമങ്ങൾ, ഹാർഡ് വർക്ക്, ട്രെയിനിങ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ലോകത്തിലൊന്നും പരിപൂർണമായും സൗജന്യമായി ലഭിക്കുന്നില്ല എന്ന് തന്നെ. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും പ്രകൃതിയിൽ നമുക്ക് പലതും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. വായു, ഓക്സിജൻ, സൺലൈറ്റ്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രയത്നം നടത്തേണ്ടതുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ, അത്തരം ലക്ഷ്യങ്ങൾ നേടുന്നത് സൗജന്യമായല്ല. അതിന് നമ്മൾ നമ്മുടേതായിട്ടുള്ള എനർജിയും എഫേർട്ടും ഒക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ മെൻ്റൽ എനർജി ഫോക്കസോടുകൂടെ ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കാം? അതിനെന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള ആളുകളും നിങ്ങളെ പിടിച്ചു വലിക്കുന്നു. താഴോട്ട് പോകാൻ, ജീവിതത്തിൽ പുരോഗമിക്കാതിരിക്കാൻ, നിങ്ങൾ രക്ഷപ്പെടാതിരിക്കാൻ ഈ പല വ്യക്തികളുടെ രൂപത്തിലും ആളുകളും എനർജിയും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ നിന്നും വരുന്നതാണ്. ഇതൊരല്പം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. പലപ്പോഴും പല ആളുകളും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെ എൻ്റെ ചിന്തകൾ എൻ്റെ ജീവിതത്തെ സൃഷ്ടിക്കുന്നു, എൻ്റെ മനസ്സ് തന്നെയാണ് എൻ്റെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത് എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ആരോഗ്യസ്ഥിതി, ബന്ധങ്ങൾ, ഇതിനൊക്കെ ഒന്ന് നിരീക്ഷിച്ച് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് എൻ്റെ ചിന്തകൾക്ക് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചാൽ മതി. നിങ്ങളുടെ ബന്ധങ്ങൾ മോശമാണെങ്കിൽ മനസ്സിൽ ഒരുപാട് ആളുകളോട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ദേഷ്യവും പുച്ഛവും വെറുപ്പും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ?
അതായത് വ്യക്തികളുടെ അവരെ സംസാരം അല്ലെങ്കിൽ അവരെ പെരുമാറ്റം, ഇതൊക്കെ നിങ്ങളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങൾ മനസ്സുകൊണ്ട് വെറുത്തിരുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരുപാട് കാലം നിങ്ങൾ മനസ്സുകൊണ്ട് മറ്റുള്ള ആളുകളെ ജഡ്ജ് ചെയ്യുക, വെറുക്കുക, ദേഷ്യത്തോടെ നോക്കിക്കാണുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡൊക്കെ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിന് ആളുകളൊന്നും കൂടെ ഇല്ലാതെ തനിച്ചിരിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് പരമാവധി ബന്ധങ്ങൾ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ അറിയാതെ കൊടുത്ത നിർദ്ദേശം അതനുസരിക്കുകയും പരമാവധി ആളുകളുമായി ബന്ധമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു ജീവിതം നിങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, പണത്തെക്കുറിച്ച് എൻ്റെ ചിന്തകൾ എന്തായിരുന്നു? ഭയം, അസ്വസ്ഥത, കടം, അല്ലെങ്കിൽ അത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുതരം ദേഷ്യം, വെറുപ്പ്, അസ്വസ്ഥത. പണമില്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്നോട് സിമ്പതി കാണിക്കും എന്ന ചില ചിന്തകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളും മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ഉടലെടുത്തിട്ടുണ്ടാവും കാലങ്ങളോളം. അങ്ങനെ കാലങ്ങളോളം അത്തരം ചിന്തകളൊക്കെ മനസ്സിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് പറഞ്ഞു, ഈ വ്യക്തിക്ക് പണം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ വരുമ്പോൾ അസ്വസ്ഥതയാണ്. അതുകൊണ്ട് ഉള്ള പണവും ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇല്ലായ്മ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. സാമ്പത്തികമായി നല്ല ചിന്താഗതിയുള്ള ആളുകൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിന്, നല്ല കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന്, നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിന്, യാത്രകൾ പോകുന്നതിന്, അങ്ങനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അവർ ഒരു തരത്തിലുള്ള തടസ്സവും കാണില്ല. ഓക്കെ, അതെനിക്ക് ആവശ്യമുള്ളതാണ്, ഞാൻ അതിന് പണം സ്പെൻഡ് ചെയ്യും, അത്തരമൊരു ചിന്താഗതിയായിരിക്കും. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ആളുകളും അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ പോലും പണം ചിലവഴിക്കുന്നതിന് മടിയാണ്. അപ്പോൾ ഇതിനർത്ഥം നിങ്ങൾ പണം ചിലവഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ചിന്താഗതി പണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിൽ പണം ഒട്ടുമില്ലാത്തൊരു വസ്തുവാണ്, ഇതിനെ ഭയപ്പെടേണ്ട വസ്തുവാണ്, ഇത് നഷ്ടപ്പെട്ടാൽ പ്രശ്നമാണ്, ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ചിന്താഗതി ആയതുകൊണ്ട് നിങ്ങൾക്ക് പണവുമായി ഒരു ഭയത്തെ മനസ്സിൻ്റെ ഉള്ളിൽ, അൺകോൺഷ്യസ് മൈൻഡിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഭയം സൃഷ്ടിക്കുന്ന ആ വസ്തു എൻ്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാവട്ടെ എന്ന കമൻറ്റ് നിങ്ങൾ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് കൊടുക്കുന്നു. അതിനനുസരിച്ച് അൺകോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ പണം നിങ്ങളിൽ നിന്നും ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം എപ്പോഴും സംശയമാണ്. എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്തോ എവിടേക്കോ പ്രശ്നമുണ്ട്, ക്ഷീണമാണ്, അസ്വസ്ഥതയാണ്, എനർജി ലഭിക്കുന്നില്ല. ഇത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ലഭിക്കുന്ന കമൻറ്റ്, ആരോഗ്യം പ്രശ്നമാണ്, ആരോഗ്യം ഇദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന് ഭയം സൃഷ്ടിക്കുന്നു ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത, അതുകൊണ്ട് ആരോഗ്യം ഇല്ലാതെയാവട്ടെ എന്ന കമൻറ്റ് ലഭിക്കുന്നു. അതിനനുസരിച്ച് നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ എന്തുമായി നമ്മൾ അസ്വസ്ഥതയും ഭയവും ഒക്കെ അറ്റാച്ച് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ആ അസ്വസ്ഥതയും ഭയവും കൂടുതലായി വർദ്ധിക്കുകയും അങ്ങനെ നമ്മുടെ
ജീവിതത്തിന് ആഗ്രഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങളുമൊക്കെ നമ്മുടെ ചിന്തകളും വികാരങ്ങളുമായി, പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമോഷൻസുമായി വളരെയധികം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ലക്ഷ്യം, ആഗ്രഹം, സ്വപ്നം. എന്നാൽ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നു വ്യക്തികൾ, സാഹചര്യങ്ങൾ എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ ഇങ്ങനെയാണ്. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലെ ചിന്തകൾ, ഈ ലക്ഷ്യം എനിക്ക് സാധ്യമല്ല, ഇത് വലിയൊരു പ്രയത്നം, ഒരുപാട് എഫേർട്ട് ഞാൻ എടുക്കേണ്ടി വരും, ഒരുപാട് സ്ട്രെയിൻ ഞാൻ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ സമയമൊക്കെ ഞാൻ വേസ്റ്റാക്കി പോകും, എൻ്റെ എനർജിയും എഫേർട്ടും ഞാൻ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നൊക്കെ അൺകോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുവാൻ തുടങ്ങുന്നു. അപ്പോൾ അതുതന്നെ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ ഒക്കെ നമ്മൾ അറിയാതെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ എന്ന് പറയുകയാണ്, ഇപ്പോൾ തൽക്കാലം അത് ശ്രമിക്കേണ്ട, അത് വിജയിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. അവരങ്ങനെ ഒരു കമൻറ്റ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് പോവുകയും നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് ആ ഒരു കമൻറ്റിൻ്റെ അടുത്ത് ചിന്തിക്കുകയും അങ്ങനെ ദിവസങ്ങൾ, മണിക്കൂറുകൾ, ആഴ്ചകളൊക്കെ എൻ്റെ പേരൻസ് എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന ചിന്തയുമായി മുന്നോട്ട് പോവുകയും അങ്ങനെ നമ്മുടെ പേരൻസിനോടോ സിബ്ലിങ്സിനോടോ ഒക്കെ ദേഷ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരികയും നമ്മുടെ മെൻ്റൽ എനർജി ആ ദേഷ്യത്തെ ആളിക്കത്തിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുകയും ചെയ്യും. എന്നാൽ മറ്റൊരു വശത്ത് ആ പറഞ്ഞ പേരൻസോ സിബ്ലിങ്സോ സുഹൃത്തുക്കളോ അവർ ആ ഒരു നിമിഷം മാത്രമേ അത് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം അവരുടെ മനസ്സിൽ അത് സൂക്ഷിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞതിനെക്കുറിച്ച് അവർക്ക് തന്നെ കുറ്റബോധം തോന്നിയേക്കാം. ചിലപ്പോൾ നിങ്ങളറിയാതെ അവർ പറഞ്ഞേക്കാം, ഓ അവനോട് അത് പറയേണ്ടതുണ്ടായിരുന്നില്ല, അവന് കഴിവുള്ള വ്യക്തിയാണ്, ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് അത് ലഭിക്കും എന്നൊരു കമൻറ്റ് നിങ്ങളറിയാതെ അവർ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആ നിമിഷം ലഭിച്ച ആ ഒരു കമൻറ്റ് നമ്മളിവിടെ ഉള്ളിലേക്ക് എടുക്കുന്നു. ഇത് നമ്മളെ തന്നെ തടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ അൺകോൺഷ്യസ് മൈൻഡ് ആ ഒരു കമൻറ്റിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുകയും അതിലേക്ക് കൂടുതൽ ഇമേജസും ചിത്രങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവന്ന് അതിനെ വലിയൊരു സ്റ്റോറിയാക്കി മാറ്റുന്നു, വലിയൊരു മൂവിയാക്കി മാറ്റുന്നു. അങ്ങനെ നമുക്ക് ആ വ്യക്തിയോടുള്ള വെറുപ്പും ദേഷ്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അത് സുഹൃത്തുക്കളുടെ രൂപത്തിൽ, കൊളീഗ്സിൻ്റെ രൂപത്തിൽ, സാഹചര്യങ്ങളുടെ രൂപത്തിൽ. എൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്, ഞാനിങ്ങനെ തന്നെയാണ്, എൻ്റെ മൊത്തം പ്രശ്നമാണ്, ഞാൻ ജനിച്ച ഫാമിലി ശരിയില്ല, ഇങ്ങനെ നമ്മുടെ എനർജി മുഴുവൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ആളിക്കത്തിക്കുന്നതിന് വേണ്ടി, ദേഷ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിന് വേണ്ടി, വെറുപ്പ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അങ്ങനെ നമ്മൾ ചിലവഴിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ തടസ്സം സൃഷ്ടിക്കുന്നത് ആരാണ്? വ്യക്തികൾ വന്ന് നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ശാരീരികമായി വന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ നമുക്ക് പറയാം, അവരാണ് എൻ്റെ ഏറ്റവും വലിയ തടസ്സം. അങ്ങനെ ഓരോ നിമിഷവും, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആളുകൾ വന്ന് എപ്പോഴും വന്ന് അവരുടെ ശരീരം ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് അവർ വരുത്തുന്ന തടസ്സമാണ്. പക്ഷെ അങ്ങനെ ആരും തടസ്സപ്പെടുത്തുന്നില്ല. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നു, അത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ചിന്തിച്ചു കൂട്ടുന്നു, ഇന്ന ഇന്ന വ്യക്തികൾ, ഇന്ന ഇന്ന സാഹചര്യങ്ങൾ അവർ തടസ്സം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ മെൻ്റൽ എനർജി മുഴുവനായിട്ടും അവിടേക്ക് കൊടുക്കുകയും കഥകൾ മെനഞ്ഞ് നമ്മൾ തന്നെ നമുക്ക് തടസ്സമായി മാറുകയും ചെയ്യും. നമ്മൾ മീൻസ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് തന്നെ നമുക്ക് തടസ്സമായി മാറുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കുക, തടസ്സം വരുത്തിയത് മറ്റുള്ളവരല്ല, നിങ്ങൾ തന്നെയാണ്. ആ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ
നമ്മുടെ മനസ്സ് ശാന്തമാവുകയും സ്വസ്ഥമാവുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട്, ഇനി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇതുവരെ അത് ഭയപ്പെട്ടിട്ടായിരുന്നു നമുക്ക് ഈ തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചത്. അതിന് അത് പറയുന്നത് വ്യക്തികളും സാഹചര്യങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു വ്യക്തികളല്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് തന്നെയാണ് നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ സപ്പോർട്ടാണ്. അൺകോൺഷ്യസ് മൈൻഡിൻ്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ സുഹൃത്താക്കി മാറ്റേണ്ടതുണ്ട്. വളരെ ശാന്തമായ ഒരു മാനസികാവസ്ഥ നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ ഏത് ലക്ഷ്യവും അനായാസേന എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒരല്പസമയത്തിനൊക്കെ നമുക്ക് റിസൾട്ട് ലഭിക്കും. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ കാര്യങ്ങൾ അനായാസമായി മാറുകയും ആ പ്രോസസ്സ്, ആ പ്രക്രിയ തന്നെ നമ്മൾ എൻജോയ് ചെയ്യുകയും അങ്ങനെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ നടന്നെടുക്കുകയും ചെയ്യും. കഷ്ടപ്പാടുണ്ട് എന്ന് നമ്മുടെ മനസ്സ് എപ്പോൾ തിരിച്ചറിയുന്നുവോ, ഇത് പ്രശ്നമാണ്, ഇത് ഒരുപാട് വേദന തരുന്നു എന്ന് എപ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നുവോ, അപ്പോൾ മുതൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ അതിനെ തടസ്സപ്പെടുത്തും. കാരണം നമ്മുടെ മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കംഫേർട്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തി കംഫേർട്ടബിൾ ആണ്, സേഫ് ആണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പ്രവൃത്തി ചെയ്യുന്നതിന് അത് എത്ര മണിക്കൂർ എടുത്താലും എത്ര കഠിനമായിട്ടുള്ള ജോലിയാണെങ്കിലും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക, ഇത് വളരെ എൻജോയ് ചെയ്യുന്ന സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഓരോ ദിവസവും എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ, അത് നിങ്ങളൊരു സ്കില്ല് പഠിക്കുന്നതായിരിക്കും, അതിനുവേണ്ട ചില പ്രവർത്തികൾ ചെയ്യുന്നതായിരിക്കും, മണിക്കൂറുകളോളം ചിന്തിക്കുകയും എഴുതുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുറത്തുനിന്ന് ഓരോ വ്യക്തി നോക്കുന്ന സമയത്ത് കഠിനമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ബോധിപ്പിച്ചു ഇത് വളരെ ശാന്തമായി സ്വസ്ഥമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ കൂടെ നിൽക്കും. അൺകോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കെന്തും നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനെ ബോധിപ്പിക്കുക, അതിന് ശാന്തമായൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിനെ ഒരു സുഹൃത്താക്കി മാറ്റുക. നമ്മൾ ഓരോ വീഡിയോകളിലും പറയാറുണ്ട് പല കാര്യങ്ങളും, ചിലതൊക്കെ ഞാനിവിടെ ആവർത്തിക്കുന്നു. ശാന്തമായൊരു മനസ്സ്, സ്വസ്ഥമായ നമ്മുടെ ഫ്രീ ആയിട്ടുള്ളൊരു മനസ്സിനെ സൃഷ്ടിക്കുവാനുള്ള പല കാര്യങ്ങളും നമ്മൾ നിരന്തരം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുളിക്കുക, പല്ല് തേക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ അതിനൊക്കെ സമയവും എഫേർട്ടും ആവശ്യമാണ്. എന്നാലും നമ്മൾ അതൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ സുഹൃത്താക്കി മാറ്റുന്നതിനുള്ള, നമ്മുടെ മനസ്സിനെ ബോധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും അല്പാൽപമായി നമ്മൾ ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സ്വസ്ഥമായി ശാന്തമായി മനസ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതിൽ ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ്, നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാവണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ
അതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുവേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എഴുതി വെക്കണം, പ്ലാൻ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് അത്യന്തം സന്തോഷത്തോടെ ചെയ്യുന്നു. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യുന്നത് എന്ന ഒരു മാനസികാവസ്ഥ അത് നിങ്ങളോട് തന്നെ പറഞ്ഞ് ഓരോ ദിവസവും ഒരല്പസമയം ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും അത് വലിയ റിസൾട്ടുകൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പരിപൂർണമായും എൻ്റെ ഫോക്കസും ചിന്തകളും ഇവിടെയാണ്. ഞാനിത് എൻജോയ് ചെയ്യുന്നു. അതുകൊണ്ട് എത്ര സമയമെടുത്തു കഴിഞ്ഞാലും വിശന്നാലും ക്ഷീണമുണ്ടെങ്കിലും ഇത് ചെയ്യുവാൻ എനിക്ക് വളരെ അനായാസമായി വളരെ സന്തോഷത്തോടുകൂടി എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നു. ഈ പ്രവൃത്തി കഴിഞ്ഞാലും എനിക്ക് നല്ലൊരു ഹാപ്പിനെസ്സും എനർജിയുമാണ്. അപ്പോൾ ഇത് ഞാൻ പ്രാക്ടീസിലൂടെയും ഇതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സന്തോഷപ്പെടുന്നു എന്ന ഞാൻ എനിക്ക് തന്നെ കൊടുത്ത നിർദ്ദേശങ്ങളിലൂടെയും ഒക്കെ ഈ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സ് തന്നെ അതിന് പഠിച്ചു ഇത് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന്. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തടസ്സങ്ങളില്ല. കാരണം ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് റിലീഫ് ആവുന്നു, ടെൻഷനൊക്കെ കുറയുന്നു, സ്വസ്ഥമാകുന്നു, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഇപ്പോൾ വ്യായാമം ചെയ്യാൻ പോകുന്ന വ്യക്തികൾ, രാവിലെ എല്ലാ ദിവസവും എഴുന്നേറ്റ് ജിമ്മിൽ പോകുന്ന വ്യക്തികൾ, അവർ അതിനെ ഇഷ്ടപ്പെടുന്നു. ആ ഒരു ലക്ഷ്യത്തോടു കൂടെ. അപ്പോൾ അവരുടെ ഉദ്ദേശം എൻ്റെ മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. അതിനേക്കാൾ അതിന് പോവുക, അത് എൻജോയ് ചെയ്യുക എന്നൊരു പ്രോസസ്സാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും പോകാൻ സാധിക്കും. നേരെ മറിച്ച് എനിക്ക് മസിൽ ബിൽഡ് ചെയ്യണം, സിക്സ് പാക്ക് ആവണം, 6 മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ ഇന്ന ഇന്ന ലക്ഷ്യങ്ങളുണ്ട് അത് നേടണം എന്ന് ചിന്തിച്ച് പോവുകയാണെങ്കിൽ 1 2 3 ദിവസം കഴിയും, ക്ഷീണിക്കും, നിർത്തും. സമ്പന്നനാവുക എന്നതിന് വേണ്ടി നിങ്ങൾ ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അധികമൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ആ ബിസിനസ് വളരെയധികം ആസ്വദിക്കുന്നു, അതിൽ വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അവർക്ക് സർവീസ് കൊടുക്കുമ്പോൾ അവരതിൽ സന്തോഷം കണ്ടെത്തുന്നത് കാണുമ്പോൾ നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കൂടെ നിങ്ങൾ സംസാരിക്കുകയും പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് റിസൾട്ടും ലഭിക്കും. എന്നാൽ എനിക്ക് പണം വേണം, അതിന് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് എന്ന ചിന്താഗതിയോടുകൂടെ ആകുമ്പോൾ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും. നിങ്ങളൊരു പ്രൊഫഷനിലാണ് ഏർപ്പെടുന്നതെങ്കിൽ ഒരു ജോലി, അപ്പോൾ ആ ജോലി സ്ഥലത്തെ എപ്പോഴും വെറുത്ത് അവിടെയുള്ള ജോലിക്കാരെയും ബോസിനെയും ഒക്കെ കുറ്റപ്പെടുത്തിയാണ് ഡെയിലി നിങ്ങൾ ആ ജോലിക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണം പല രീതിയിലുള്ള വഴികളിലൂടെ ചിലവഴിക്കപ്പെടും. അത് ഡോക്ടറെ അടുത്ത് പോകാൻ, കൂടുതൽ ഹോസ്പിറ്റലിൽ ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. എന്നാൽ നിങ്ങൾ ആ പോകുന്ന പ്രൊഫഷൻ നിങ്ങൾ അതിനെ എൻജോയ് ചെയ്യുകയും അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുകയും ആ ഒരു അറ്റ്മോസ്ഫിയർ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകുകയും ഒക്കെ ആവുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവുന്നു, സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന് വളരെ സ്വസ്ഥതയും ശാന്തിയും അനുഭവപ്പെടുന്നു. ഇത് തന്നെയാണ് എൻ്റെ ജീവിതം എന്ന ഒരു തിരിച്ചറിവ് മനസ്സിലുണ്ടാവുകയും അങ്ങനെ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നല്ല റിസൾട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, പ്രസൻറ്റ് മൊമെൻറ്റിൽ മനസ്സിനെ നിലനിർത്തുക. ഒരു സാഹചര്യങ്ങൾ പലതരത്തിലുള്ള ചലഞ്ചസ് നമ്മൾ നേരിടേണ്ടി വരാം. അപ്പോൾ നമ്മുടെ മനസ്സ് പരിപൂർണമായും ആ ചലഞ്ചിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ആ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുന്നു. അഥവാ ജീവിതത്തിലെ സമയം നഷ്ടപ്പെടുന്നു, ജീവിതം നഷ്ടപ്പെടുന്നു. അതിന് അനുവദിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ സാഹചര്യങ്ങളായാലും പ്രാക്ടീസിലൂടെ പറ്റാവുന്ന സമയത്തൊക്കെ ഈ നിമിഷത്തിൽ നിലനിൽക്കുവാനും
നമ്മുടെ ഈ രണ്ട് ഇന്ദ്രിയങ്ങൾ, കണ്ണും ചെവിയും, അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട്, പക്ഷേ കണ്ണും ചെവിയൊക്കെയാണല്ലോ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് രണ്ടിനും ഒരു ബോധപൂർവമായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ബോധപൂർവം കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾ കേൾക്കുന്ന കേൾവികൾ അതിനൊരല്പം ശ്രദ്ധ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഓരോ ദിവസവും പറ്റാവുന്ന സമയത്തൊക്കെ ഒന്ന് പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്താൻ സാധിക്കുകയും ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടി, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിലൂടെ കടന്നു പോകാനും അതിലെ ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമ്പോൾ റിസൾട്ട് പതിയെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ റിസൾട്ടിന് വേണ്ടി നമ്മൾ അത് മാത്രം ഇൻറ്റൻഷനാക്കി വെച്ച് നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലക്ഷ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് നമ്മൾ എൻജോയ് ചെയ്യുവാൻ സാധിക്കാതെ വരികയും മനസ്സിനെ ഒരിക്കലും പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിർത്തുവാൻ സാധിക്കാതെ വരികയും ചെയ്യും. അങ്ങനെ മനസ്സിനെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിർത്തി നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആ ലക്ഷ്യം കൂടുതൽ അകന്നു പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് ശ്രദ്ധ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടെ മനസ്സിനെ ആ നിമിഷത്തിൽ നിലനിർത്തി അങ്ങനെ ഒന്ന് മുന്നോട്ട് പോയി നോക്കൂ. അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിനും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ തടസ്സങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കുന്നതിനൊക്കെ സാധിക്കും. നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ തടസ്സങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. മനസ്സ് ശാന്തമാണെങ്കിൽ ഈ തടസ്സങ്ങളെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. മനസ്സ് അശാന്തമാണെങ്കിൽ തടസ്സങ്ങളുടെ രൂപം, അതിൻ്റെ ശക്തി ഒക്കെ പതിന്മടങ്ങായി വർദ്ധിക്കുന്നതും നിങ്ങളുടെ ചുറ്റുപാടും ആ തടസ്സങ്ങൾ വർദ്ധിക്കുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ലക്ഷ്യങ്ങൾ നേടുന്നതിന് പ്രതിസന്ധികൾ, പ്രതിബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുക. എന്തൊക്കെ തടസ്സങ്ങളാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ ഉള്ളത്, അതിനെ നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതിന് പരിഹാരം കണ്ടെത്തുക. നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകളും ചിന്തകളും നിരന്തരമുള്ള പ്രാക്ടീസുകളിലൂടെയൊക്കെ നമുക്ക് സാധ്യമാണ്. നല്ല മെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത് വളരെയധികം നിങ്ങളെ സഹായിക്കും. ഇന്ന് അതിനുള്ള എല്ലാ തരത്തിലുള്ള അവസരങ്ങളുമുണ്ട്. അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സം. മാറുവാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ലക്ഷ്യം നേടണമെന്ന ശക്തമായിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു തരത്തിലുള്ള തടസ്സങ്ങളും നിങ്ങൾക്ക് തടസ്സങ്ങളായി മാറില്ല. അത് ചവിട്ടുപടികളായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് സാഹചര്യങ്ങളല്ല, വ്യക്തികളല്ല നിങ്ങളുടെ തടസ്സം. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിന് മനസ്സിനെ ശാന്തമാക്കുക. ശാന്തമാക്കുക എന്ന് ഞാൻ വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ എനിക്കറിയാം അതങ്ങനെ നിമിഷ നേരം കൊണ്ട് സാധിക്കുന്നതല്ല എന്ന്. പക്ഷേ നിമിഷ നേരം കൊണ്ട് സാധിക്കുന്നതുമാണ്. പക്ഷെ ആ നിമിഷം അതിനെ ദീർഘിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്, അതിന് അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പരിപൂർണമായിട്ടും മനസ്സ് ശാന്തമായിട്ടിരിക്കുകയാണ്, ഏകാഗ്രമായിട്ടിരിക്കുകയാണ്, ഇവിടെ തന്നെയാണ്. ഇനി ഈ വീഡിയോ കേട്ട് നിങ്ങൾ ഈ സാഹചര്യത്തിൽ മാറി പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ചിന്തകളും വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നെ നിങ്ങൾ വീണ്ടും തടസ്സങ്ങൾ കാണുകയാണ്. അപ്പോൾ ആ തടസ്സങ്ങൾ കാണാതിരിക്കുന്നതിന്, അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിന് നിങ്ങൾ തീരുമാനിക്കുക ഇപ്പോൾ തന്നെ. ഈ വീഡിയോ പലതവണ കാണുവാൻ ശ്രമിക്കുക. മനസ്സിലേക്ക് ശാന്തത കൊണ്ടുവരിക. ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഫീലിങ്ങോടുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുക. ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുക. ശക്തനായിട്ടിരിക്കുക. നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ശാന്തതയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിക്കോ സാഹചര്യങ്ങൾക്കോ
ഒരു തരത്തിലും ശല്യപ്പെടുത്തുവാൻ സാധ്യമല്ല. നിങ്ങളെപ്പോഴും പ്രത്യേകം ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ ക്രാഫ്റ്റ്, അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ ജോലിയാവാം, നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനുള്ള കാര്യമായിരിക്കാം, ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് കാര്യമായി എന്തോ ആയിക്കൊള്ളട്ടെ, അതാണ് നിങ്ങളുടെ ജീവിതം എന്ന് മനസ്സിലാക്കി, ഇതാണ് എൻ്റെ ജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ 100% പ്രസൻറ്റ് മൊമെൻറ്റ് അവെയർനെസ്സോടുകൂടെ, ഫോക്കസോടുകൂടെ ആ പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കുകയും ആ നിമിഷം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടുകൾ ലഭിക്കുകയും, അതായത് സന്തോഷം, ഹാപ്പിനെസ് എന്ന, സാറ്റിസ്ഫാക്ഷൻ എന്ന റിസൾട്ട് ലഭിക്കുകയും, അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഒരു ബോണസായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ഇരിക്കുന്ന ആ നിമിഷത്തിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ പരിപൂർണമായി ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ റിസൾട്ട്. അത് ഓരോ നിമിഷവും ഓരോ ദിവസവും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബോണസായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ലക്ഷ്യം, നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ തടസ്സങ്ങളില്ല, നമുക്ക് തടസ്സങ്ങളില്ല. മനസ്സ് സൃഷ്ടിക്കുന്ന ചില തെറ്റായിട്ടുള്ള ധാരണകളാണ്. അത് മാറ്റാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ കൂട്ടുമതി. മനസ്സിനെ ഒരു സുഹൃത്താക്കുക. താങ്ക് യു.